നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ഗ്യാസ് ചോർച്ചയെ തുടർന്ന് കാരവൻ പാർക്കിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. ഗ്യാസ് ലൈനിൽ വാഹനം ഇടിച്ചതിനെ തുടർന്നുണ്ടായ വാതക ചോർച്ചയെ തുടർന്ന് ഹെർനെ ബേ കാരവൻ പാർക്കിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. ഹെർനെ ബേയിലെ ബുള്ളോക്ക് സ്റ്റോൺ റോഡിൽ ഇന്നലെ വൈകിട്ട് ഏകദേശം 4:35 സംഭവം നടന്നത്. 2 ഫയർ എഞ്ചിനുകൾ സംഭവസ്ഥലത്തേക്ക് അയച്ചിട്ടുള്ളതായി കെന്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അറിയിച്ചു. ഈ പ്രദേശത്ത് വാതകത്തിന്റെ ഗന്ധം പടർന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോസ്റ്റ് ആംബുലൻസ് സർവീസിന്റെ ഹസാർഡ്സ് ഏരിയ റെസ്പോൺസ് ടീം സംഭവസ്ഥലത്തെത്തി ആക്സിഡന്റിൽ ഉൾപ്പെട്ട വാഹനം ഓടിച്ചിരുന്ന വ്യക്തിയെ പരിശോധിച്ചു. നേഴ്സുമാരുടെ ഹോളിഡേ പേ വെട്ടിക്കുറയ്ക്കുന്നു. സൗത്ത് ഈസ്റ്റ് ഹോസ്പിറ്റൽസ് NHS ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ ഹോളിഡേ പേ 16% നിന്നും 12% ആക്കാനുള്ള നീക്കത്തിനെതിരെ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് രംഗത്തെത്തിയിരിക്കുന്നു. സാമ്പത്തിക ഞെരുക്കം മൂലം മറ്റ് ട്രസ്റ്റുകളേക്കാൾ കൂടുതൽ ഹോളിഡേ പേ നൽകാനാവില്ലെന്ന് ട്രസ്റ്റ് വ്യക്തമാക്കി. എന്നാൽ റെഗുലർ ഓവർ ടൈം, വീക്കെൻഡ് വർക്ക് എന്നിവ ഉൾപ്പെടെയുള്ള സാധാരണ വേതനത്തിന്റെ പ്രതിഫലമായിരിക്കണം. എന്നാൽ 2019 ഫ്ലവേഴ്സ് ലീഗൽ റോളിംഗിന് വിരുദ്ധമാണ് ഈ നടപടിയെന്ന് RCN ഓഫീസർ സാറ ക്യൂക്സ് ചൂണ്ടിക്കാണിക്കുന്നു. സമ്മതിച്ച നിരക്കിലുള്ള ഹോളിഡേ പേ നൽകാൻ ട്രസ്റ്റിന് നിയമപരമായി ബാധ്യതയുണ്ടെന്ന് RCN പറയുന്നു. ട്രസ്റ്റ് അടുത്തിടെ സ്റ്റാഫ് പാർക്കിംഗ് നിരക്കുകളിൽ 8.5% വർധനവ് ഏർപ്പെടുത്തിയതായി RCN പറഞ്ഞു. എന്നാൽ തങ്ങളുടെ ജീവനക്കാർ നേരിടുന്ന സാമ്പത്തിക വെല്ലുവിളികളെ തുടർന്ന് ബാൻഡ് 2, ബാൻഡ് 3 ജീവനക്കാർക്ക് കുറഞ്ഞ നിരക്ക് ശമ്പളവുമായി ബന്ധപ്പെട്ട പാർക്കിംഗ് താരിഫാണ് ഏർപ്പെടുത്തിയതെന്ന് ട്രസ്റ്റ് പറഞ്ഞു. ഇന്നത്തെ പത്രവിശേഷങ്ങളിലൂടെ ബ്രെക്സിറ്റ് മൂലമുണ്ടായ വിലക്കയറ്റവും നിയന്ത്രണങ്ങളും അന്താരാഷ്ട്ര ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരം ഇല്ലാതാക്കുന്നുവെന്ന് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. മരുന്നുകൾ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ചെലവ് ഏകദേശം 4 ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ടെന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. മിനി ന്യൂക്ലിയർ റിയാക്ടറുകളുടെ നിർമ്മാണം വേഗത്തിലാക്കാനുള്ള പദ്ധതികൾ സുരക്ഷാ ആശങ്കകൾ ഉയർത്തുന്നുണ്ടെന്ന് ഐ-പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്നു. തീവ്രവാദികൾ, ശത്രുരാജ്യങ്ങൾ, ക്രിമിനൽ ഗ്രൂപ്പുകൾ എന്നിവ ഈ സ്ഥലങ്ങൾ ലക്ഷ്യമിടുന്നുണ്ടാകാമെന്ന് പോലീസിംഗ് വിദഗ്ധർ ഭയപ്പെടുന്നുവെന്നും ആണവ നിലയങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ പുനർവിചിന്തനം ആവശ്യമാണെന്നും റിപ്പോർട്ട് പറയുന്നു. 135mm പീരങ്കികളിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളുടെ ഉൽപ്പാദനം UK ഗണ്യമായി വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് ദി ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉക്രൈനിലെ യുദ്ധം കാരണം നാറ്റോ സ്റ്റാൻഡേർഡ് റൗണ്ടിൽ ഇതിന് വലിയ ഡിമാൻഡ് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നുള്ള യുദ്ധോപകരണ വിതരണ ശൃംഖലകളുടെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള വിപുലമായ ആശങ്കകളാണ് ഈ നീക്കം പ്രതിഫലിപ്പിക്കുന്നതെന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. സ്ത്രീ എന്നതിന് നിയമപരമായ നിർവചനം നൽകുന്ന സുപ്രീം കോടതി വിധിയെക്കുറിച്ച് സർ കിയർ സ്റ്റാർമർ മൗനം പാലിച്ചുവെന്നും ഇത് ട്രാൻസ് റൈറ്റ്സ് പ്രചാരകരിൽ നിന്ന് രോഷാകുലമായ പ്രതികരണത്തിന് കാരണമായുവെന്നും ഡെയിലി മെയിലും ദി ഡെയിലി ടെലിഗ്രാഫും റിപ്പോർട്ട് ചെയ്യുന്നു. വിധിയുടെ പശ്ചാത്തലത്തിൽ ലേബർ പാർട്ടിക്കുള്ളിൽ അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആഭ്യന്തര ചർച്ചകൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ടെന്നും പത്രങ്ങൾ അവകാശപ്പെടുന്നു. സ്ത്രീകളെ നിയമത്തിൽ എങ്ങനെ നിർവചിക്കണമെന്ന് സുപ്രീംകോടതി വിധി നേടിയ പ്രവർത്തകർക്ക് നേരെ വധഭീഷണികളും ദുരുപയോഗങ്ങളും നേരിടേണ്ടി വരുന്നുവെന്ന് ഡെയിലി എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ വർഷം അനിശ്ചിതകാല ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന തടവുകാർക്ക് UK നികുതിദായകർ ഏകദേശം 145 മില്യൺ പൗണ്ട് ചെലവാക്കിയതായി ദി ഇൻഡിപെൻഡന്റ് പറയുന്നു. വെസ്റ്റ് മിൻസ്റ്ററിലെ പാർക്ക് ബെഞ്ചുകളിലും പബ്ബുകളിലും ബഗ്ഗിംഗ് നടക്കുന്നുണ്ടെന്ന് ഡെയിലി സ്റ്റാർ അവകാശപ്പെടുന്നു. ചൈനീസ് ചാരന്മാർ വെസ്റ്റ് മിൻസ്റ്ററിലെ സെന്റ് ജെയിംസ് പാർക്കിലും റെഡ് ലൈൻ പബ്ബിലും ബഗ്ഗിംഗ് ഉപകരണങ്ങൾ സ്ഥാപിച്ചതായി സുരക്ഷാ വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നു. US നയിക്കുന്ന വ്യാപാര ആഘാതത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആഗോള വളർച്ചയ്ക്കുള്ള ഭീഷണികൾ വർദ്ധിച്ചു വരികയാണെന്നും പത്രം പറയുന്നു. ഡെയിലി മിററിന്റെ റിപ്പോർട്ട് അനുസരിച്ച് UKയിലെ സ്റ്റഫോർഡ്ഷെയറിൽ നടന്ന ഒരു മേളയിൽ ആഫ്രിക്കയിലെ മൃഗങ്ങളുടെ തൊലികളും കുതിരയുടെ തലകളും പരസ്യമായി വിൽക്കപ്പെട്ടു. വന്യമൃഗങ്ങളെ കൊല്ലാൻ ആഗ്രഹിക്കുന്നവർക്ക് പണം നൽകി ഹണ്ടിംഗ് യാത്രകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്റ്റോളിന്റെ ഭാഗമാണിതെന്ന് പത്രം സൂചിപ്പിക്കുന്നു. ഇതെല്ലാമായിരുന്നു ഇന്നത്തെ പത്രവിശേഷങ്ങൾ. ഇനി മറ്റു വാർത്തകളിലേക്ക് നോക്കാം. സൗത്താംപ്ടൺ മലയാളി ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ. UK മലയാളിയെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂർ പുളിക്കൽ സ്വദേശി ഷിൻഡോ പള്ളുരുത്തിയിൽ ദേവസിയാണ് ഐൽ ഓഫ് വൈറ്റിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചതെന്നാണ് പ്രാഥമിക വിവരം. 3 വർഷം മുൻപ് UKയിലെ സൗത്താംപ്ടണിലെത്തിയ ഷിൻഡോ ഫോർഡ് വെസ്റ്റ് ഇന്റർനാഷണൽ ട്രെയിനിംഗ് ആൻഡ് എഡ്യൂക്കേഷന്റെ മാനേജർ ഓപ്പറേഷൻസായി ജോലി ചെയ്യുകയായിരുന്നു.
2018 മുതൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി രംഗത്ത് പ്രവർത്തിക്കുന്ന ഷിൻഡോ പുതിയ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കാണ് ഐൽ ഓഫ് വൈറ്റിൽ എത്തിയതെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. വ്യാഴാഴ്ചയാണ് ഹോട്ടൽ മുറിയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയതായി പോലീസ് കുടുംബാംഗങ്ങളെ അറിയിക്കുന്നത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായ മരണകാരണം അറിയാൻ സാധിക്കൂ. സംസ്കാരം സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് അറിയിക്കുമെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചു. സ്കോട്ടിഷ് വാട്ടർ ജീവനക്കാർ ശമ്പള വിഷയത്തിൽ തുടരുന്ന തർക്കത്തെ തുടർന്ന് 2 ദിവസത്തേക്ക് പണിമുടക്ക് പ്രഖ്യാപിച്ചു. യൂണിയൻ പറയുന്നതനുസരിച്ച് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും സ്കോട്ട്ലൻഡിലെ 50 ലക്ഷം ജനങ്ങൾക്ക് അടിയന്തര അറ്റകുറ്റപ്പണികളും ഗുണനിലവാര പരിശോധനകളും നടത്തില്ല. ഈ പണിമുടക്ക് ശമ്പള വർധനവിനെ ചൊല്ലിയുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ്. ജീവനക്കാർക്ക് ന്യായമായ ശമ്പളം ഉറപ്പാക്കണമെന്ന് യൂണിയൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച വിഷയത്തിൽ സ്കോട്ടിഷ് വാട്ടർ മാനേജ്മെന്റ് ഇതുവരെ ധാരണയിലെത്തിയിട്ടില്ല. ശമ്പള തർക്കത്തിൽ യൂണിസൺ യൂണിയനിലെ 1000-ലധികം തൊഴിലാളികളാണ് പണിമുടക്കുന്നത്. ഇംഗ്ലണ്ടിലേതിൽ നിന്ന് വ്യത്യസ്തമായി സ്കോട്ട്ലൻഡിലെ വാട്ടർ ബോർഡുകൾ സ്വകാര്യവൽക്കരിക്കപ്പെട്ടിട്ടില്ല. GP പദ്ധതി വിപുലീകരണത്തോടെ രോഗികൾക്ക് വീടിനടുത്ത് ചികിത്സ. ഗവൺമെന്റ് അഡ്വൈസ്ഡ് ആൻഡ് ഗൈഡൻസ് പദ്ധതി വിപുലീകരിക്കുന്നതായി സ്ഥിരീകരിച്ചു. ഇതോടെ കൂടുതൽ രോഗികൾക്ക് അവരുടെ വീടിനടുത്ത് തന്നെ ചികിത്സ ലഭിക്കും. ഈ പദ്ധതി ജനറൽ പ്രാക്ടീഷണർമാർക്കും രോഗികൾക്കും ആശുപത്രികളിൽ അനാവശ്യ സന്ദർശനങ്ങൾ ഒഴിവാക്കാനും പ്രാദേശികമായി ഫലപ്രദമായ ചികിത്സ ഉറപ്പാക്കാനും സഹായിക്കുന്നു. അഡ്വൈസ്ഡ് ആൻഡ് ഗൈഡൻസ് പദ്ധതി പ്രകാരം GPമാർക്ക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുമായി നേരിട്ട് ബന്ധപ്പെട്ട് രോഗികളുടെ അവസ്ഥയെക്കുറിച്ച് ഉപദേശം തേടാം. ഇത് രോഗനിർണയവും ചികിത്സയും വേഗത്തിലാക്കുകയും ആശുപത്രി റഫറലുകളുടെ ആവശ്യകത കുറയ്ക്കുകയും ചെയ്യുന്നു. വിപുലീകരണത്തോടെ കൂടുതൽ പ്രാദേശിക ക്ലിനിക്കുകളും GP സെന്ററുകളും ഈ സേവനത്തിൽ ഉൾപ്പെടും. ഇത് കൂടുതൽ രോഗികൾക്ക് പ്രയോജനപ്പെടും. ഈ പദ്ധതി പ്രത്യേകിച്ച് പ്രായമായവർക്കും ഗുരുതരമല്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും ഗുണം ചെയ്യും. ഗവൺമെന്റിന്റെ ഈ നീക്കം പ്രാദേശിക ആരോഗ്യ സേവനങ്ങൾ ശക്തിപ്പെടുത്താനും എല്ലാവർക്കും തുല്യമായ ചികിത്സ ഉറപ്പാക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. പദ്ധതിയുടെ വിജയം രോഗികളുടെ സംതൃപ്തിയും ആരോഗ്യ ഫലങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് കാരണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2024 ജൂലൈ മുതൽ ഡിസംബർ വരെ ഈ പദ്ധതി പ്രകാരം ഏകദേശം 6,60,000 രോഗികൾക്ക് ചികിത്സകൾ ആശുപത്രികളിൽ നിന്നും കമ്മ്യൂണിറ്റി ക്രമീകരണങ്ങളിലേക്ക് തിരിച്ചുവിട്ടതായി പുതിയ ഡേറ്റ കാണിക്കുന്നു. മുൻ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 60,000-ന്റെ വർധനവാണിത്. ഡോവറിലുണ്ടായ തീപിടുത്തത്തിൽ 40-ലധികം ഫ്ളാറ്റുകൾ ഒഴിപ്പിച്ചു. ഡോവറിലെ ക്രാബിൾ റോഡിലുള്ള ഒരു അപ്പാർട്ട്മെന്റ് ബ്ലോക്കിൽ ഈസ്റ്റർ ഞായറാഴ്ച പുലർച്ചെ ഉണ്ടായ തീപിടുത്തത്തെ തുടർന്ന് 40-ലധികം ഫ്ളാറ്റുകൾ ഒഴിപ്പിച്ചു. കെന്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് 12 ഫയർ എഞ്ചിനുകളും 2 ഹൈലൈറ്റ് വാഹനങ്ങളും ഉപയോഗിച്ച് തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് അഗ്നിശമന സേന താമസക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കുകയും അവർക്ക് താൽക്കാലിക സൗകര്യം ഒരുക്കുകയും ചെയ്തു. തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമല്ല. അടിയന്തര സഹായം ആവശ്യമുള്ളവർക്ക് ഒരാഴ്ച ഹോട്ടൽ താമസ സൗകര്യം ഒരുക്കുമെന്നും ടൗൺ ആൻഡ് കൺട്രി ഹൗസിംഗ് അറിയിച്ചു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും Q മലയാള UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.